ഇന്ന് നമുക്ക് പരിപ്പ് വട തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് പരിപ്പ് 5 മണിക്കൂർ കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. ഇത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുത്തു വെക്കാം. ഞാൻ സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പരിപ്പിൽ നിന്നും 3 ടേബിൾ സ്പൂൺ നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, 2 ചുവന്ന മുളക് ക്രഷ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 2 പച്ചമുളകും 1 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ചേർക്കാം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചുവന്നുള്ളി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 3 ടേബിൾ സ്പൂൺ പരിപ്പ് കൂടി ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിലർ ഇതിലേക്ക് പെരുംജീരകത്തിന്റെ പൊടി ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് പെരുംജീരകത്തിന്റെ പൊടി ചേർക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോ ഉരുളകൾ വീതം എടുത്ത് കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പരത്തുന്നത് കൈയുടെ ഉൾഭാഗം വെച്ച് തന്നെ പരത്തണം, വിരൽ വെച്ച് പരത്തരുത്. കൈകൊണ്ട് തന്നെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം. പരിപ്പ് വടയുടെ നടുഭാഗത്ത് കുറച്ച് കട്ടി കൂടിയും അരികിലേക്ക് വരുമ്പോൾ കട്ടി കുറഞ്ഞുമായിട്ടുണ്ടാവുക. ഇതുപോലെ എല്ലാം തയ്യാറാക്കിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. തീ കൂട്ടി വെച്ചാൽ ഇതിന്റെ ഉൾഭാഗം വേകാതെ പുറത്തുള്ള ഭാഗം മാത്രം പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പരിപ്പ് വട ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.